ഒരു ഒന്നൊന്നര മഴ വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. കാറ്റും ഒരു വല്ലാത്ത കാലാവസ്ഥ. അയ്യോ കാറ്റ് 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 ശെൻ്റമ്പോ എന്ത് കാറ്റായത്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. ഗൈസ് ഞാനിപ്പം മിററിലാണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ ഗൈസ്, അന്നേരം ഇന്ന് എന്തെല്ലാന്ന് വെച്ചാൽ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഒന്നരാടം വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എടുക്കുന്ന വ്ളോഗാണ്. കണ്ടന്റ് മീൻസ് ഞാൻ ഇന്നത് വിചാരിച്ചെടുക്കുന്നില്ല. എന്തെങ്കിലും ആയിട്ട് ആവുമെങ്കിൽ അങ്ങനെ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അതാണ് ഗൈസ് എൻ്റെ പ്ലാൻ. ഗൈസ് എന്തായാലും വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ, അടിപൊളിയാണല്ലോ. ഇന്നും എന്നും ഫിസിയോതെറാപ്പിക്ക് വേണ്ടി ഇറങ്ങുകയാണ് നമ്മൾ. എല്ലാ ദിവസവും ഒരു ദിവസം പോലും വിടാണ്ട് പോകുന്നുണ്ട്. എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടാ പോയിട്ട്? ഒന്ന് വേഗം മാറണം. എല്ലാ ദിവസവും പോകുന്നുണ്ടല്ലോ ഗൈസ്. ഒന്ന് വേഗം മാറട്ടെ കൈവേദന. ഗൈസ് നിങ്ങളും പ്രാർത്ഥിക്കുക അമ്മമ്മൻ്റെ കൈവേദനയൊക്കെ കുറയാൻ വേണ്ടി. അമ്മമ്മക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. എന്നെ കടിക്കാൻ നിൽക്കും അമ്മമ്മ. ഇങ്ങോട്ടോക്കെ ഭീഷണിപ്പെടുത്തിട്ടുള്ള നിന്നെ ഞാൻ കൊല്ലൂന്ന്. വ്ളോഗ് ചെയ്ത് നിന്നെ ഞാൻ കൊല്ലുന്ന തന്നെ ഭീഷണിപ്പെടുത്തിട്ടുള്ള അമ്മമ്മ. അപ്പോൾ നല്ല മഴയാണ്, കുടയിലും പിടിച്ചിട്ടാണ് പോകുന്നു. അമ്മമ്മക്കാണെങ്കിൽ പ്രശ്നം, ഞാൻ വ്ളോഗ് ചെയ്യാൻ അമ്മമ്മക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല. അമ്മമ്മ അറിയാണ്ട് ഞാൻ ക്യാമറ എടുത്ത് വീഡിയോ എടുക്കുമെന്ന് അമ്മമ്മ വിചാരിക്കുന്നു. ഞാൻ അങ്ങനെയെങ്കിലും ചെയ്യുമോ? അത് അമ്മമ്മ അങ്ങനെ പറയുന്നു. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. കുറച്ച് കുട പൊന്തിച്ച് നോക്കുമോ? കാണുന്നില്ല. ഞാൻ പിടിക്കണോ? ഗൈസ് എന്നാൽ ഇപ്പം ആടെ എത്തിയിട്ട് വരാം. മഴ, നല്ല മഴ. ഗൈസ് ആടെ എത്തിയിട്ട് വരാമെന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസമായി ഗൈസ്. ഞാൻ 2 ദിവസത്തിന് മുമ്പുള്ള ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഗൈസ്. 2 ദിവസത്തിന് ശേഷമാണ് ഗൈസ് ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കാൻ തുടങ്ങുന്നത് ഗൈസ്. ഒന്നും കഴിയുന്നുണ്ടായില്ല. ചുണ്ടുണ്ടോ, ചുണ്ടിനീട് എന്തോ കടിച്ചിട്ട് വണ്ണം വെച്ച് വന്നിട്ട് പിന്നെ വ്ളോഗ് ചെയ്യേണ്ട സാഹചര്യം ഒന്നും അല്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് വ്ളോഗും ചെയ്തിട്ടില്ല ഗൈസ്. അന്നേരം നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം വ്ളോഗ് ഗൈസ്. ഇതും ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വ്ളോഗ് ആയിരിക്കും. ഒരു നോർമൽ വ്ളോഗാണ് ഗൈസ്, വേറെ പ്രത്യേകിച്ചല്ല ഗൈസ്. ഇന്നലെയും പിന്നെ ഞാൻ നല്ല പെരുമഴയായിരുന്നു ഗൈസ്. ഇന്ന് എന്തോന്നറിയില്ല, നല്ല വെയിലുണ്ട് രാവിലെ തന്നെ. എന്താണെന്നറിയില്ല ഗൈസ്, എന്തോ അത്ഭുതം നടക്കുകയാണ് ഗൈസ്. എന്തായാലും നമ്മുടെ നായ്ക്കുട്ടി ഗൈസ് ഞാൻ വ്ളോഗ് കാണിക്കലില്ലേ ഇതിനാ ഗൈസ്? ഞാൻ മുമ്പ് ഏതോ ഒരു വീഡിയോ കാണിച്ചിന് ഇതിനാ, കുറേ മുമ്പത്തെ വീഡിയോയിൽ. അത് എൻ്റെ ബാനായ ചാനലാണെന്നൊന്നും അറിയില്ല. ഈ ചാനൽ ഉണ്ട് എന്ന് തോന്നുന്നില്ല. എന്നാൽ ഇതാണ് നമ്മളെ സ്റ്റാച്ചു. ഞാൻ എന്തെല്ലാന്ന് പറയുന്നത്, സ്റ്റാച്ചു എന്തെല്ലോ പറഞ്ഞു ഞാൻ ഗൈസ്. 2 ദിവസം വ്ളോഗ് എടുക്കാണ്ട് വ്ളോഗ് എടുക്കുമ്പോണ്ടല്ലോ എന്തോ പോലെ ഗൈസ്. അമ്മമ്മ അലക്കുവേന്ന് ഒരേ പണി തന്നെയാണല്ലോ, കൈ വയ്യില്ലെങ്കിലും. എന്നാക്കുന്നത് ഉള്ളിക്കറിയോ? ചിക്കൻ കറിയാ? ചിക്കൻ വാങ്ങിനോ ഗൈസ്? അപ്പോൾ ഉള്ളിക്കറിയല്ല കേട്ടോ, ചിക്കൻ കറിയാണ് ഗൈസ്. ഇങ്ങനെ കുക്കിംഗ് വീഡിയോസ് എല്ലാം വന്നാലോ? എനിക്ക് കുക്കിംഗ് അമ്മമ്മ കുക്ക് ചെയ്യുക, അത് ഞാൻ വീഡിയോ എടുക്കുക. അങ്ങനെ കുക്കിംഗ് വീഡിയോ എനിക്കൊന്നും അറിയില്ല ഉണ്ടാക്കാൻ ഗൈസ്. എന്നാൽ നമുക്ക് നോക്കട്ടെ, ചിലപ്പോൾ അങ്ങനെ ഒരു വീഡിയോ വരാൻ ചാൻസ് ഉണ്ട്. ചിക്കൻ കറി ആയോ? ഇത്ര ഇടുന്നു? ഇത്ര ഇടണായോ? അതിനൊന്നുമില്ല. എന്താണ് അമ്മക്കിനോട് ചെറിയ ദേഷ്യമുള്ള പോലെ? വ്ളോഗ് ചെയ്യുന്നുണ്ടാവും ബിഫോർ. നിങ്ങൾ കാര്യമാക്കണ്ട, വ്ളോഗ് ചെയ്യുമ്പോൾ അമ്മക്ക് അങ്ങനെയെല്ലാം ഉണ്ടാവും. മല്ലി മഞ്ഞൾ, മുളക് പൊടി, കുരുമുളക് പൊടി ഗൈസ്. ഇത് അമ്മമ്മൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആട്ടോ. എങ്ങനെയാവും തീരുമെന്ന് അറിയില്ല, നമുക്ക് ടേസ്റ്റ് നോക്കാം ഫസ്റ്റ്. എന്നാ പുളി വെള്ളം? പിന്നെ സോറി, ചിക്കൻ കറിയിൽ പുളി ഉണ്ടാവില്ല. സോറി ഗൈസ്.
ഗൈസ് അപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി. ഇനി എന്താ വിസിൽ വെക്കണ്ടേ? അതിൻ്റെ ഓക്കെ, എൻ്റെ വിസിൽ വെക്കണം. ഇനി എന്താ തേങ്ങ ചേരണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നോ അല്ലേ? ഈ കണക്കിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല കേട്ടാ. ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് അത് നിങ്ങൾ കാണുന്നത്. അമ്മമ്മയാണ് എല്ലാം ചെയ്യുന്നു. ഇതൊന്നോ തേങ്ങ വറുത്തോളി. വെളുത്തുള്ളി ഗൈസ്, വെളുത്തുള്ളി വല്ലിട്ടിട്ട് ഒരു ഇതിനെന്താ പറയുക ശരിക്കും? കറുവപ്പട്ട, ഗ്രാമ്പൂ വറുത്ത് വെച്ചത് ഇത് ഇറക്കണം. ഓ അങ്ങനെ ഇത് കറിയിലേക്ക് വയ്ക്കും. തേങ്ങ ഇപ്പം വറുത്ത് പൊടിച്ച് വെച്ച് ഇനി നല്ല പേസ്റ്റ് ആവണം. കുറച്ച് വെള്ളവും കൂട്ടി അരക്കുക. ഗൈസ് അപ്പോൾ വിസിലിട്ടു. എത്ര വിസിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? 2 വിസിലോ? അങ്ങനെ ഓരോരോ കറിക്ക് ഓരോരോ ഇതാ എങ്ങനെ എന്ത് ചെയ്യാതിരിക്കാനാന്ന് രണ്ടാമത്. ഓക്കെ ഓക്കെ, ആരെ വിളിക്കുന്ന കോൾ? മൂന്ന് വിസിലായിട്ടുണ്ട് ഗൈസ്. അപ്പം 3 വിസിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ ഈ തുറക്കലാ? അല്ല ഇത് നമ്മൾ തന്നെ വിസിൽ ഇങ്ങനെ ഇതാക്കണ്ടേ? ഇങ്ങനെ അടിച്ചിട്ട് അങ്ങനെ ആക്കൂല? ആ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അങ്ങനെ പോകുന്നത് കണ്ടോ? ആയി തോന്നുന്നു തുറക്ക് നോക്കല. ഫൈനൽ ലുക്ക്, ചിക്കൻ കറീൻ്റെ ഫൈനൽ ലുക്ക് ഗൈസ്. അപ്പോൾ കുക്കിംഗ് വീഡിയോ കുറച്ച് വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വെറുതെ ചോദിച്ചതാ അടുത്തെന്നാ ചെയ്യാമെന്ന്. മസാലേനെ കൊണ്ട് നല്ലോണം കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇതെല്ലാം എനിക്ക് ശീലമായി ഗൈസ്, എപ്പം കിട്ടാറുണ്ട് ഇങ്ങനെ. കണ്ടിത് നല്ല മസാലേനെ കൊണ്ട് ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട്. കുറച്ച് വായിലുമായി. ഇത് അതിനെ കൊണ്ടാട്ടാ കിട്ടിയ, കൈനെ കൊണ്ടല്ല, അത് അതിനെ കൊണ്ട് ഒറ്റ അടിയിടാം. റീസ്റ്റാർട്ട് ആയിട്ട് ഇപ്പം ആയിട്ടുണ്ട്. ചിക്കൻ കറിയെല്ലാം ഓൾമോസ്റ്റ് സെറ്റാണ്. ദേഷ്യം പോയാ ഓക്കെ. ആ ഒഴിച്ച് വെള്ളം ഒഴിച്ച്. ഇതാണ് ചൂടുള്ള അതൊന്ന് പുകയിരുന്നു. ഓ ഇത് കറി ചൂടുണ്ടല്ലേ, സോറി. അപ്പോൾ ആയാ കറി ആയാ? പക്ഷേ ഗൈസ് കുറച്ചും കൂടി മുമ്പേ വീഡിയോ എടുക്കാൻ തുടങ്ങേണ്ടിയിരുന്നു. എന്നാൽ ഒരു കുക്കിംഗ് വീഡിയോ മൊത്തത്തിൽ ഇതിപ്പോൾ കുക്കിംഗ് വീഡിയോ മൊത്തത്തിൽ ഞാൻ എടുത്തോന്നും എനിക്ക് പറയാൻ കഴിയില്ല. എന്താ വെച്ചാൽ കറി വീഡിയോ ഓണാക്കുമ്പോൾ കറിയെല്ലാം ആയി ഓൾമോസ്റ്റ് ആയതായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് പെർഫെക്റ്റ് ആയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ ഗൈസ് അടുത്ത ഞാൻ എപ്പോഴെങ്കിലും ഒരിക്കൽ ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ആദ്യമേ എടുക്കാൻ നോക്കണം, അല്ലാണ്ട് ശരിയാവില്ല. ഇതിൽ കറിയെല്ലാം ആയിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങി. അതെന്തൊരു പരിപാടി ഞാൻ കാണിച്ചേ ഗൈസ്. അടുത്ത എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് തിളച്ച് വരണം, അത്രേ ഉള്ളൂ. വേറെ പരിപാടി എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. എല്ലാം ആക്കി. ഓ എനക്ക് പിരാന്ന് പിടിച്ചിട്ടാ ചോദിച്ചതാ. ആ മറ്റേ മിക്സിൻ്റെ മൂടിയില്ല, ഇതിനെ കൊണ്ട് ഇതിനെ കൊണ്ടാ കിട്ടിയ ഇവിടെ. നൈസായിരുന്നു. ഇതൊന്ന് തിളച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഓൾമോസ്റ്റ് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ഇനിയും തിളക്കട്ടെ. എനിക്കൊന്ന് കൈ മതിയും തോന്നി, ഇത്ര തിളച്ചില്ലേ, ഇനി ആക്കണമെന്ന് അറിയില്ല, ചോദിക്കട്ടെ. ഇപ്പോൾ അമ്മമ്മ പറഞ്ഞു ഇത് കുറച്ച് കുറുകണം കേസ്. അതായത് എന്താ ഇങ്ങനെ ഇതിപ്പം വെള്ളം മാതിരിയല്ലേ, കുറച്ച് കട്ടിയാവണം കേസ്, അതുവരെ തിളച്ചുകൊണ്ട് നിൽക്കണം. അങ്ങനെയാണ് അമ്മമ്മ പറഞ്ഞത്. അന്നേരം കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഓഫാക്കുന്നുണ്ട് കേസ്. ഇത് ഇതുവരെ ആരും ചെയ്യാത്തൊരു തരം കുക്കിംഗ് വീഡിയോ അല്ലേ കേസ്. അപ്പോൾ ഓഫാക്കിയിട്ടോ? ഓഫാക്കിയില്ല. അന്നേരം ഇത് കുറച്ച് കൂട്ടിയാൽ മതിയോ പറഞ്ഞ ഞാനാരായി. ഉപ്പ് നിർത്തിയിട്ടില്ല, ആദ്യം ഇടുമോ? എനിക്കതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ. അതൊരു കോഴിക്കാൾ പറക്കുന്നൊക്കെ, പറക്കുന്ന ഒരു കോഴി. ഓഫാക്കുന്ന ടൈം അതിക്രമിച്ചിരിക്കുന്നു, ഓഫാക്കിയിരിക്കുന്നു. ഇത് തിളച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചെയ്യ്, അല്ലെങ്കിൽ മൂടി വെക്കുന്നോ അങ്ങനെ എന്തെങ്കിലും ചെയ്യ്. എനിക്ക് വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യണം, ഫോക്കസ് ആവാത്തെ.
ഗൈസ് അപ്പം മല്ലിച്ചപ്പിടണം എന്നാണ് അമ്മ പറയുന്നത്. സ്മെല്ലിന് വേണ്ടി അല്ലേ, മണത്തിന് വേണ്ടി, ഫ്ലേവറിന് വേണ്ടി. ഇല്ലേ, ഞാൻ എപ്പോഴും ഇങ്ങനെ മൂഞ്ചിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാനിപ്പം പറഞ്ഞ മല്ലിച്ചപ്പിടാൻ പോവാന്ന്. മല്ലിച്ചപ്പില്ല ഗൈസ്, എന്ത് ചെയ്യാനാ. അത് ഉണ്ട്, തണ്ടുണ്ട്, അത് ഇട്ടാൽ മതി. ചപ്പൊന്നും വേണമെന്നില്ല, നമുക്ക് ഫ്ലേവറിൽ വേണ്ട ഗൈസ്. അപ്പോൾ മല്ലിച്ചപ്പ് ഉണ്ട് കേട്ടോ, ചപ്പുണ്ട്. ഇത്ര മതിയോ ഒരു കറിക്ക് മൊത്തം ഫ്ലേവർ വരാൻ? ഇത്രയാ? അത്ര ഇട്ടാ മൊത്തം ഫ്ലേവർ വരുമോ? അതില്ല, തണ്ട് ശരിയാ. നമുക്ക് ഫിസിയോതെറാപ്പിക്ക് ഇപ്പം പോകണം, അതാണ് അമ്മമ്മക്ക് അതാ ഇത്ര തിരക്ക്. അതുകൊണ്ട് ഇവിടെ കിട്ടുകയും ചെയ്തേ, സമയമില്ലാത്ത നേരത്തെ എന്തല്ലോ ചോദിച്ചിട്ട്. ഇതങ്ങനെ പെറുക്കി പെറുക്കി ഉള്ളതെല്ലാം ചുരുട്ടിക്കൂട്ടി ഇട്ടിട്ടുണ്ട് മല്ലിച്ചപ്പ്. അല്ല ഇത് എന്താ കഴിഞ്ഞാ ഗൈസ്? ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. നിങ്ങളിപ്പോൾ കണ്ടു നോക്കിയിട്ട് എന്ത് തോന്നുന്നു ഗൈസ്? എൻ്റെ മുടി എന്തൊരു പക്കാ ബോറാന്ന്. എനിക്ക് എന്നെ കാണുമ്പോൾ ഇപ്പം ദേഷ്യം പിടിക്കുന്നു. ഇത് എന്താണിത് ഗൈസ്? എന്തായാലും കറി ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ് ഗൈസ്. ഇനി ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടു, എന്ന് വെച്ചാൽ ചോറിലൊക്കെ ഒഴിച്ച് ഇങ്ങനെ കുഴച്ചടിച്ച് ഇങ്ങനെ തിന്നേ വേണ്ടു, അത്ര. ബാക്കിയെല്ലാം സെറ്റാണ്. ചെറിയൊക്കെ ആയിട്ടോ. സന്തോഷം. ആദ്യമായിട്ടാണ് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. എന്നാലും അത് ഇങ്ങനെ ചോറും എല്ലാം സെറ്റാക്കി കണ്ടു അമ്മ എടുക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം. ഞാൻ അമ്മ ഇങ്ങനെ പരമാവധി ഇറിറ്റേറ്റ് ചെയ്യുക, ദേഷ്യം പിടിപ്പിക്കുക. അച്ചടാ പടക്കം നോക്കിയാൻ. അപ്പോൾ നല്ല പതച്ച ചൂട് ചോറും, ചൂട് ചിക്കൻ കറിയും ചൂട് ചോറും. അണ്ണാക്കം ഉള്ളൂല്ല, കുറച്ച് തണിച്ചിട്ടാ. ഓ നൈസ് ഗൈസ്, ഇന്നത്തെ വീഡിയോ സീനായിട്ടാ. എന്നാൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നുവെച്ചാൽ അമ്മമ്മ സമയമില്ലാത്ത നേരത്തെ അമ്മമ്മ അത്രയും അമ്മമ്മ ആക്കിയ ചിക്കൻ കറിയാണ്, ചോറ് വന്നു. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം. പക്ഷെ ഇതെങ്ങനെ ടേസ്റ്റ് ചെയ്യും? അണ്ണാക്ക് പൊള്ളും, അണ്ണാക്ക്. കുറച്ച് തണിയട്ടെ. നല്ല ചൂടുണ്ട് അമ്മമ്മേ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ചൂടൊക്കെ. ഓ ഇതെന്താ കൊട്ട ഇത്രയും നേരം തിളപ്പിച്ച്? കൊട്ട നല്ലത്. അപ്പോൾ ഗൈസ് അത് അത്രയും സ്മൂത്ത്, അത്രയും സോഫ്റ്റ് ആയിട്ട് ഇളകി വന്നതാട്ടാ. അതിൻ്റെ അതിൻ്റെ കഷ്ണം ഇവിടെ ഉണ്ട്. ഓ നൈസ്. ചൂട് പോയിട്ടില്ല, ചൂടുണ്ട്. ഇതെങ്ങനെയാ 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ചൂട് പോയിട്ടില്ല? ഫോക്കസ് ആവുന്നില്ല. ഗൈസ് എപ്പോഴും വെക്കുന്നത് തന്നെ, വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു റെസിപ്പി ഒന്നുമല്ല, എപ്പോൾ വെക്കുന്ന പോലെ തന്നെ. ഗൈസ് അടിപൊളി ഗൈസ്. തന്നെ പിന്നെ കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ കഴിച്ച് തീർന്നിട്ട് ഞാൻ ഓർഡർ എടുക്കുന്നില്ല ഗൈസ്. തന്നെ പിന്നെ നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം ഗൈസ്. അടുത്ത വീഡിയോ എനക്കൊന്നു പെയിൻറ്റിങ് വർക്കിൻ്റെ ഫൈനൽ പാർട്ടായിരിക്കും. അത് ഞാൻ അടിച്ചില്ല, നാളെ പെയിൻ്റ് അടിക്കണം. അന്നേരം നാളെ വ്ളോഗ് ചെയ്തിട്ട് മറ്റന്നാൾ അപ്ലോഡ് ചെയ്യുക ഗൈസ്. അന്നേരം ഈ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം പുതിയൊരു വ്ളോഗോ ചാലഞ്ച് ഉണ്ടാവുമോ എന്നറിയില്ല, പ്രതീക്ഷിച്ചോ. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ കട്ടാക്കണം എന്ന് വെച്ചാൽ ഇതിങ്ങിപ്പുറത്തുള്ള. അപ്പോൾ ഗൈസ് ബൈ.